ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 5-അംഗ ടീമിനെ ഇന്ന് DGP നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകൾ ജൂൺ 1 മുതൽ തുറക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവർ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ, എല്ലായിടത്തും ഇതിൻ്റെ വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്താൻ നമ്മുടെ കേരള DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹായവും കോർഡിനേഷനും ഈ കാര്യത്തിൽ ഉണ്ടാകും. പ്രധാനമായും ഈ കെമിക്കൽ നർക്കോട്ടിക്സ് കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്. ആ സിന്തറ്റിക് നർക്കോട്ടിക്സ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഗഞ്ച വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം DGP അവിടുത്തെ ആ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാകും. മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുന്നത് പോലീസിന് രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും. ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകില്ല. സ്കൂളിൻ്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നിയമപരമായി നേരിടും. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളെയും ശക്തമായി തന്നെ പോലീസ് നേരിടാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും DJ പാർട്ടികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളിലും കടലിലുമൊക്കെ പോയി പാർട്ടികൾ നടത്തുന്നവരാണെങ്കിൽ അവിടെയെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയുണ്ടാകും. ഒരു കാരണവശാലും നാർക്കോട്ടിക്കിൻ്റെ ഉപയോഗവും വിതരണവും വിൽപ്പനയും കേരളത്തിൻ്റെ 4 അതിരുകളിൽ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, പോലീസ് സേന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനസൗഹൃദമാണ്. അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളും നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെയും വെറുതെ പോലീസിന് വിടാൻ കഴിയില്ല. ജനങ്ങളുടെ സുരക്ഷിതത്വവും ജനങ്ങളുടെ സംതൃപ്തമായ ജീവിതവും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ടാകും.
അത് 100% അത് നടപ്പാക്കാനുള്ള തീരുമാനം തന്നെയാണ് ഉള്ളത്. കുട്ടികളും സ്ത്രീകൾക്കുമെതിരായി ഉയർന്നു വരുന്ന അതിക്രമങ്ങൾ അത് ഗൗരവത്തോടെ തന്നെ കാണും. പല ജോലി സ്ഥലങ്ങളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന നിലയിൽ അത് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുമുള്ള സത്വര നടപടികളായിരിക്കും പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായും ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്താനും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ജനമൈത്രി പോലീസിലൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരാനും അതുപോലെ തന്നെ പുതിയ തലമുറയെ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് അപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ആ ട്രാഫിക് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പുതിയ ആപ്പുകളും പുതിയ IT സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുവിടുന്നതാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ജനങ്ങളുടെ സുരക്ഷിതത്വ റോഡുകൾ ഉറപ്പുവരുത്താനും വേണ്ടി വന്നാൽ PWDയുമായി കൂടി സംസാരിച്ച് ഈ കാര്യത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ട്രെയിനിങ്ങിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തത്. പോലീസ് അക്കാഡമിയിൽ നടക്കുന്ന ട്രെയിനിങ്ങിൽ സിലബസുകൾ പരിഷ്കരിക്കാനും കൂടുതൽ പോലീസിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പോലീസിൻ്റെ ദൗത്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലനം നൽകാനുമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് സൈബർ ക്രൈമുകൾ വർദ്ധിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഈ സൈബർ ക്രൈമുകളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് കുറവുണ്ട്. പോലീസ് അംഗങ്ങളുടെ കുറവുണ്ട്. ടെക്നോളജി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള സാങ്കേതികമായ പല പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം. ഇന്ന് സൈബർ ക്രൈംസാണ് ഏറ്റവും കൂടുതൽ. ലോൺ ആപ്പുകൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്നത്, കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്നത്, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ധാരാളം സൈബർ ക്രൈമുകൾ ഇന്ന് ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് അതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് സൈബർ ക്രൈംസുകൾ തടയാൻ ഉള്ള നടപടികൾ ചെയ്യുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്ന പ്രവർത്തനം, അപമാനിക്കുന്ന പ്രവർത്തനം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡിവൈഡ്, കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള രീതി കണ്ടുവരുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ സമൂഹത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, സ്വഭാവഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ലൈംഗികമായ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഗൗരവമായി പോലീസ് കാണും. ഞങ്ങളിന്നത് ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണ്. സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണവും നടപടികളും ഉണ്ടാകും.